നമസ്കാരം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീൻ. സോ ബെൻസീൻ്റെ സ്ട്രക്ചർ, ബെൻസീൻ എന്തുകൊണ്ട് സ്റ്റേബിളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ബെൻസീൻ്റെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. സോ ഇതിൽ നമുക്കറിയാം ആൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ് ഉണ്ട്, അല്ലെങ്കിൽ അൺസാച്ചുറേഷൻ ഉണ്ട്. സോ അൺസാച്ചുറേഷൻ ഉള്ള കോമ്പൗണ്ട്സ് ലൈക്ക് ആൽക്കീൻസിൽ അൺസാച്ചുറേഷൻ ഉണ്ട്. ആൽക്കീൻസിൽ പൈ ബോൺസ് ഉള്ളത് കൊണ്ട് സ്റ്റെബിലിറ്റി കുറവാണ്. അതായത് പല റിയേജൻസിൽ അത് എളുപ്പത്തിൽ റിയാക്ട് ചെയ്യും, എന്നിട്ട് പല പ്രോഡക്ട്സായിട്ട് അഡീഷൻ റിയാക്ഷൻ നടന്നിട്ട് പല അഡക്റ്റ് ഫോർമേഷൻസ് ഉണ്ടാവും ആൽക്കീൻസിൻ്റെ കേസിൽ. പക്ഷേ ബെൻസീൻ മോളിക്യൂളിൽ അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിൽ കൂടെ അത് അത്ര ഹൈലി റിയാക്റ്റീവ് അല്ല, അതായത് കുറച്ചുകൂടെ ഇനേർട്ടാണ്. സോ അതിൻ്റെ കാരണം എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഒക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ആൽക്കീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെൻസീൻ ലോ റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആൽക്കീൻസ് ഡബിൾ ബോണ്ടിൽ നമുക്ക് അഡീഷൻ റിയാക്ഷൻസ് ആണ് ചെയ്യാൻ പറ്റുക. പക്ഷേ ബെൻസീനിലാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നടക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വേറൊരു ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ. സോ ഇപ്പോൾ ബെൻസീൻ്റെ സ്ട്രക്ചർ പറഞ്ഞു വരുമ്പോൾ ഫസ്റ്റിൽ ബെൻസീൻ്റെ സ്ട്രക്ചർ ആരുടേതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെക്കൂലി സ്ട്രക്ചറാണ് ഫെമിലിയർ ആയിട്ടുള്ള അപ്രോച്ച്. സോ കെക്കൂലി സ്ട്രക്ചർ പ്രകാരം ബെൻസീന് രണ്ട് ഫോംസ്. സോ ആ രണ്ട് ഫോംസിൽ സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ് മാറി മാറി വരുന്ന പോലെ രണ്ട് ഫോംസ്. ഇത് രണ്ടും ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ് കെക്കൂലി സ്ട്രക്ചർ പറയുന്നത്. അതായത് ഈ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, രണ്ട് തരത്തിലുള്ള ഫോംസ് ഉണ്ട് ബെൻസീനിന്, അത് തമ്മിൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇതാണ് കെക്കൂലീസിൻ്റെ സ്ട്രക്ചർ. ദെൻ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കറിയാം കെക്കൂലി സ്ട്രക്ചറിൽ സിംഗിൾ ബോണ്ടും കാണുന്നുണ്ട്, ഡബിൾ ബോണ്ടും കാണുന്നുണ്ട്. സോ ആക്ച്വലി കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത്ത് 1.54 ആങ്സ്ട്രോമാണ്. കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത്ത് 1.34 ആങ്സ്ട്രോമാണ്. സോ കെക്കൂലി സ്ട്രക്ചർ പ്രകാരം ഈ രണ്ട് ബോണ്ട് ലെങ്ത്തും ഇതിൽ വരേണ്ടതാണ്. പക്ഷേ എക്സ്റേ ഡൈഫ്രാക്ഷൻ സ്റ്റഡീസ് നോക്കുമ്പോൾ എല്ലാ കാർബൺ ആറ്റംസിനും, അതായത് 6 കാർബൺ ഉണ്ട്, എല്ലാ കാർബൺ ആറ്റംസിൻ്റെയും കാർബൺ ബോണ്ട് ലെങ്ത്ത് ഈക്വലാണ്. ആൻഡ് അത് 1.39 ആങ്സ്ട്രോമാണ്. അതെന്തുകൊണ്ടാണെന്ന് കെക്കൂലി സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ദെൻ അടുത്ത് വന്ന അപ്രോച്ചാണ് റെസനൻസ് അപ്രോച്ച്, റെസനൻസ് കൺസെപ്റ്റ്. റെസനൻസ് കൺസെപ്റ്റ് പ്രകാരം ബെൻസീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസനൻറ്റ് ഹൈബ്രിഡ് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ്. സോ ബെൻസീൻ്റെ ആക്ച്വൽ ഫോർമുല എന്ന് പറയുന്നത്, ആക്ച്വൽ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചേഴ്സിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു ഹൈബ്രിഡാണ്. ഓക്കെ. സോ ഈ സ്ട്രക്ചർ 5 സ്ട്രക്ചേഴ്സ് ഉണ്ട്. 5 സ്ട്രക്ചറിൽ കെക്കൂലി സ്ട്രക്ചേഴ്സ് 2 ദീവാർ സ്ട്രക്ചേഴ്സ് 3. സോ കെക്കൂലി സ്ട്രക്ചറിൽ ഓൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ് 2 തരത്തിൽ നമ്മൾ വരയ്ക്കും. ദീവാർ സ്ട്രക്ചറിൽ ഒരു കാർബൺ ഡബിൾ ബോണ്ട് 2 ഉണ്ടാവും. ദെൻ ഒരു ലോങ് കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ടാവും. ഇതാണ് ദീവാർ സ്ട്രക്ചർ. സോ ഇവിടെ ഈ റെസനൻസ് സ്റ്റെബിലൈസേഷനിൽ കെക്കൂലി സ്ട്രക്ചർ മോർ കോൺട്രിബ്യൂട്ടിംഗ് ആയിരിക്കും. അതായത് റെസനൻസിലേക്ക് മോർ കോൺട്രിബ്യൂഷൻ 80% കോൺട്രിബ്യൂട്ട് ചെയ്യും. ദീവാർ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ അതിൻ്റെ റെസനൻസ് സ്റ്റെബിലൈസേഷനിലേക്ക് അത് 20% കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ദീവാർ സ്ട്രക്ചേഴ്സ് അധികം കൺസിഡർ ചെയ്യുന്നില്ല എന്നർത്ഥം. ദെൻ അൺയൂഷ്വൽ സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീൻ. ഞാൻ നേരത്തെ പറഞ്ഞു ആൽക്കീനിനെക്കാട്ടും ഒരുപാട് സ്റ്റെബിലിറ്റി ബെൻസീനാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു റെസനൻസ് സ്റ്റെബിലൈസേഷനാണ്.
റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ നമുക്ക് പല തരത്തിൽ വരയ്ക്കാൻ പറ്റും, ഒരാൾക്ക് തന്നെ പലതരം സ്ട്രക്ചേഴ്സ്. ഓക്കെ, സോ അങ്ങനെ അപ്പോൾ ഒരാളെ തന്നെ നമുക്ക് പല രീതിയിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. ദെൻ റെസൊണൻസ് എനർജി ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത് -150.5 കിലോ ജൂൾ പെർ മോളാണ്. അതിൻ്റെ അർത്ഥം ഇത്രയും സ്ട്രക്ചേഴ്സിൻ്റെ ഒരു എനർജി ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഈ ഒരു റെസൊണൻസ് ഹൈബ്രിഡിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ എനർജിയിൽ നിന്ന് -150 അല്ലെങ്കിൽ 150.5 കുറവാണ് ഈ ഹൈബ്രിഡിൻ്റെ എനർജി. ലോ എനർജി എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി. സോ ഇതിനേക്കാളും 150.5 കിലോ ജൂൾ പെർ മോൾ താഴെയാണ് ഈ ഹൈബ്രിഡിൻ്റെ സ്ട്രക്ചർ, റെസൊണൻസ് ഹൈബ്രിഡിൻ്റെ സ്ട്രക്ചർ. ആക്ച്വലി ഇവിടെ ഇമേജിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഹൈബ്രിഡിന് ആക്ച്വലി ഉള്ളിൽ ഡോട്ടഡ് ലൈൻസ് ആണ് വേണ്ടത്. അത് എന്നോട് പിക്ക് ഇട്ടപ്പോൾ മാറിപ്പോയതാണ്. അത് ഡോട്ടഡ് ലൈൻസ് ആണ്. ഓക്കെ, സോ റെസൊണൻസ് എനർജി ഓഫ് ബെൻസീൻ ഇസ് ഈക്വൽ ടു -150.5 കിലോ ജൂൾ പെർ മോൾ എന്നുള്ളതിൻ്റെ മീനിങ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സിനെക്കാട്ടും ഇത്ര എനർജി കുറവാണ് ഈ ഹൈബ്രിഡിനുള്ളത്. എനർജി കുറയുക എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുക. ഓക്കെ, സോ ഈ 6 കാർബണിനും ഇത് ഡോട്ടഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ ആൾക്കാരും സെയിം ആണ്. ഒരാൾക്ക് സിംഗിൾ ബോണ്ട്, ഒരാൾക്ക് ഡബിൾ ബോണ്ട് എന്നില്ല, എല്ലാവർക്കും ഒരേപോലെയാണ്. അങ്ങനെ ഒരേപോലെ ആകുമ്പം ഈ എല്ലാ കാർബൺ ബോണ്ട് ലെങ്ത്തും സിമിലർ ആയിട്ട് വരും. സോ റെസൊണൻസ് കൺസെപ്റ്റ് successfully explained the bond characteristics of benzene, which is intermediate between single and double bonds. സോ സിംഗിൾ ബോണ്ടിൻ്റെയും ഡബിൾ ബോണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 1.39 വരുന്നത്. ഓക്കെ, സോ 5 കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ്, അതിൽ കെക്കൂലി സ്ട്രക്ചേഴ്സിൻ്റെ റെസൊണൻസിലേക്കുള്ള അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 80% ആയിരിക്കും. ദീവാർ സ്ട്രക്ചേഴ്സിന് കോൺട്രിബ്യൂഷൻ കുറവായിരിക്കും. സോ റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇത്രയും എനർജി ഇതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, സോ ഹൈലി എനർജി ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് രൂപം കൊടുക്കാൻ റെസൊണൻസ് കൺസെപ്റ്റിന് കഴിഞ്ഞു. ദെൻ മോളിക്കുലാർ ഓർബിറ്റൽ അപ്രോച്ച്. സോ മോളിക്കുലാർ ഓർബിറ്റൽ അപ്രോച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെയാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 6 കാർബൺസ് ആർ sp2 ഹൈബ്രിഡൈസ്ഡ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സോ sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രയാങ്കുലർ പ്ലാനാർ ജോമെട്രിയാണ്. സോ ഇനി ഞാൻ ഇവിടെ ഒരാളെ മാത്രം ഈ ഒരു കാർബണിനെ മാത്രം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു കാർബണിനെ മാത്രം. സോ ഇതിൻ്റെ ജോമെട്രി നോക്കൂ നിങ്ങൾ, ട്രയാങ്കുലർ പ്ലാനാർ ജോമെട്രി. ഒരു കാർബണിൻ്റെ ജോമെട്രി ട്രയാങ്കുലർ പ്ലാനാർ ജോമെട്രി. ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, സോ ഒരാളെ മാത്രം നോക്കുമ്പോൾ ട്രയാങ്കുലർ പ്ലാനാർ ജോമെട്രി. ദെൻ നമുക്കറിയാം sp2 ഹൈബ്രിഡൈസേഷൻ, ഒരു എസും 2 പിയും. സോ മൊത്തം 3 ഓർബിറ്റൽസ്. എത്ര ഓർബിറ്റൽസ് ആണോ മിക്സ് ചെയ്യുന്നത് അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതായത് 3 ഓർബിറ്റൽസ് മിക്സ് ചെയ്തു, 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. സോ ഈ 3 ഓർബിറ്റൽസിൽ 2 ആൾക്കാർ, അതായത് ഇനി ഞാൻ ഈ കാർബണിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കുകയാണ്, 2 ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ നോക്കാം. ഓക്കെ, 2 ആൾക്കാർ, ഈ കാർബണിൽ 2 ആൾക്കാർ കാർബൺ സിംഗിൾ ബോണ്ടാണ്. സോ ഇവിടെ നോക്കുക കാർബൺ, ഇവിടെ നോക്കുക കാർബൺ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ടാണ് ഇത് രണ്ടും. സോ മൂന്നാമത്തെ പോയിന്റ്, ഔട്ട് ഓഫ് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 2 ആർ സി സിഗ്മ ബോണ്ട്സ്. അതായത് sp2 സിഗ്മ ബോണ്ട്, ഈ കാർബൺ sp2 സിഗ്മ ബോണ്ട്. ദെൻ ഇപ്പോൾ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ മൂന്നാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ കാർബൺ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1s ആണ് അല്ലേ, ഹൈഡ്രജൻ്റെത്. സോ ഒരു sp2 ഒരു s സിഗ്മ ബോണ്ട്. സോ sp2 s കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്.
സോ നമുക്കറിയാം ട്രയാങ്കുലർ പ്ലാനാർ ജോമെട്രിയിൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രി. ഓക്കെ, 120 ഡിഗ്രി. സോ ടോട്ടൽ 360 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 120 ഡിഗ്രി. ദെൻ ഈ കാർബൺസ് 6 കാർബൺസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ we will get a hexagonal shape. സോ ഈ ഹെക്സഗണൽ റിങ്ങിൽ നമുക്കറിയാം കാർബണിന് നിങ്ങൾ കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പം എസ്സിൽ 1, 2s 1, ദെൻ 2p 3 ഓർബിറ്റൽസ് 3 ഇലക്ട്രോൺസ് കാണും. സോ അതിൽ sp2 ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ബാക്കിയുള്ള 1 നമുക്ക് പൈ ഓർബിറ്റലായിട്ട് എബവ് ആൻഡ് ബിലോ ദ പ്ലെയിനിൽ നമ്മൾ വരയ്ക്കും. സോ ഒന്നുകൂടെ പറയാം, കാർബണിൽ നമ്മൾ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ 2s 2p, അതിൽ 1 2 3 4 ഇങ്ങനെയാണ് കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇതിൽ നമ്മൾ sp2 ഹൈബ്രിഡൈസേഷന് വേണ്ടി ഒരു എസിനെയും 2 പിനെയും സെലക്ട് ചെയ്തു. ബാക്കി ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. നമുക്കറിയാം ഡബിൾ ബോണ്ടിനേക്ക് വേണ്ട അല്ലെങ്കിൽ പൈ ബോണ്ടിങ്ങിനേക്ക് വേണ്ട ഇലക്ട്രോണിനെ നമ്മൾ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുപ്പിക്കാറില്ല. സോ ഒരു ഇലക്ട്രോൺ ഇവിടെ വാക്കൻ്റ് ആണ്. ഓക്കെ, സോ ആ ഇലക്ട്രോണിനെ നമ്മൾ എബവ് ആൻഡ് ബിലോ ദ പ്ലെയിനിൽ വരയ്ക്കും. ഓക്കെ, സോ ആ ഇലക്ട്രോണിനെയാണ് നമ്മൾ ഇവിടെ എബവ് ആൻഡ് ബിലോ ദ പ്ലെയിനിൽ ഒരു പൈ ഓർബിറ്റലായിട്ട് വരയ്ക്കും. അതേപോലെ തന്നെ 6 കാർബണിന് 6 പൈ ഒരു ലോബ്സ് ഉണ്ടാവും. ഇത് സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യും. സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ എല്ലാവർക്കും വരും. ഓക്കെ, സോ 6 അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ. അൺഹൈബ്രിഡൈസ്ഡ് എന്ന് പറയാൻ കാരണം ആ പൈ ബോണ്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിലേക്കോ ട്രിപ്പിൾ ബോണ്ടിലേക്കൊക്കെ വരുന്ന ആ പൈ ബോണ്ടിങ് ഉണ്ടല്ലോ, ആ പൈ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺസിനെ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ കൂട്ടില്ല. അതുകൊണ്ടാണ് sp2 എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള ആ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ അങ്ങനത്തെ 6 ഉണ്ടാവും. അത് എബവ് ആൻഡ് ബിലോ ദ ഹെക്സഗണിൽ അത് സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് 2 സൈക്ലിക് പൈ ലോബ്സ് കിട്ടും. ഒന്ന് എബവ് ഒരു സൈക്ലിക് പൈ ലോബ് കിട്ടും, ദെൻ ഒന്ന് ബിലോ സൈക്ലിക് പൈ ലോബ്സ് കിട്ടും. ഓക്കെ, സോ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീൻ ഈസ് ഡ്യൂ ടു ദിസ് പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ. ഈ പൈ ഇലക്ട്രോണിൻ്റെ ഡീലോക്കലൈസേഷൻ, അതായത് അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ലോക്കലൈസ്ഡ് അല്ല, ഇത് ഡീലോക്കലൈസ്ഡ് ആണ്. അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ബെൻസീനിന് ഇത്ര സ്റ്റെബിലിറ്റി കിട്ടാൻ കാരണം. സപ്പോസ് അത് ലോക്കലൈസ്ഡ് ആണെങ്കിൽ അത് ആൽക്കീനിനെ പോലെയാണ്. ആ പൈ ബോണ്ടിൽ പല റിയേജൻസ് അറ്റാക്ക് ചെയ്തിട്ട് അത് എളുപ്പത്തിൽ റിയാക്ട് ചെയ്യും. സോ ഇതിവിടെ അങ്ങനെ ഒരു കൃത്യം ഡബിൾ ബോണ്ട് അല്ല, അതിങ്ങനെ ജസ്റ്റ് ആ ബോണ്ടിൽ ആ പൈ ഇലക്ട്രോൺസ് ഈ റിങ്ങിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് സ്റ്റെബിലിറ്റി കൂടും. അത് ആ ഇലക്ട്രോൺസ് ഫർദർ റിയാക്ഷൻ എളുപ്പത്തിൽ നടത്തുന്നതല്ല, അല്ലെങ്കിൽ അഡീഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് ഒരു സാധ്യത തരുന്നില്ല. സോ ഈ ഫ്ലോയിങ് ഇലക്ട്രോൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിങ് ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് ബെൻസീൻ മോളിക്യൂളിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ചെറിയൊരു മോളിക്കുലർ ഓർബിറ്റൽ കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു 6 അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസ് ഉണ്ട്. സോ ആ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് 6 പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. സോ ആറ്റോമിക് ഓർബിറ്റൽസ് 6 അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള, അത് കമ്പൈൻ ചെയ്തിട്ട് 1 2 3 4 5 6 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. അതിൽ 3 ആൻറ്റി ബോണ്ടിങ് ആണ്. താഴെ സ്റ്റേബിളായിട്ട് കിടക്കുന്നത് 3 ബോണ്ടിങ് ആണ്.
സോ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്ന 6 പൈ ഇലക്ട്രോൺസ് അത് ഓവർലാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് 6 പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. ഔട്ട് ഓഫ് 6, 3 ആർ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് അല്ലെങ്കിൽ BMO ആൻഡ് അതർ 3 ആർ ഹൈ എനർജി ആയിട്ടുള്ള ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. സോ നമുക്ക് 6 ഇലക്ട്രോൺസ് ആണുള്ളത്. നമുക്കറിയാം ഓരോന്നിലും 2 ഇലക്ട്രോൺസ് പോകും. സോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൽ കംപ്ലീറ്റ്ലി ഫിൽഡായി, ആൻറ്റി ബോണ്ടിങ്ങിൽ ഇല്ല. ഓക്കെ, സോ ബോണ്ടിങ്ങിലേക്ക് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അട്രാക്ഷൻ. ആൻറ്റി ബോണ്ടിങ്ങിലാണ് ഫില്ല് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ലീഡിങ് ടു അൺസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റിപ്പൽഷനിലേക്ക് പോകുന്നതാണ്. സോ ഇവിടെ എല്ലാ ഇലക്ട്രോൺസും ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആയതുകൊണ്ട് അത് സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നതാണ്. Okay, so all the 3 BMOs are filled and no electrons in ABMOs form a closed bonding shell which account for the stability of benzene. Clear? Then benzene reaction. നമ്മൾ പറഞ്ഞു ബെൻസീൻ അഡീഷൻ റിയാക്ഷൻ അല്ല തരുന്നത് ആൽക്കീനെ പോലെ, പകരം അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് തരുന്നത്. So aromatic electrophilic substitution reactions. Aromatic electrophilic substitution. So aromatic ആയിട്ടുള്ള ബെൻസീൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ബെൻസീനെ പോലുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട്സിലേക്ക് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള സ്പീഷീസ്. ഇലക്ട്രോണിനെ ആരാണ് ലവ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവിനെ ആരാണ് ഇഷ്ടപ്പെടുക? പോസിറ്റീവ്. സോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെ? ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ പോസിറ്റീവായിട്ടുള്ള ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഒരു പുതിയ കാർബൺ ഇലക്ട്രോഫൈൽ ബോണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾ പോസിറ്റീവായിട്ടുള്ള ആളാണ്. അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾ പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രോഫൈലാണ്. സോ പോസിറ്റീവായിട്ടുള്ള ആൾ വരുമ്പം റിങ് കൂടുതൽ നെഗറ്റീവ് ആണെങ്കിൽ, റിങ് കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അറ്റാക്ക് നടക്കും. സോ റിങ് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വരണമെങ്കിൽ റിങ്ങിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവണം. അതുകൊണ്ടാണ് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂവൻസ് increases the rate of aromatic electrophilic substitution. ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് ഉള്ളതെങ്കിൽ ആ റിങ്ങിൻ്റെ നെഗറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുക. സോ വരുന്നയാൾക്ക് ഇലക്ട്രോണിനാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് വേണ്ടത്, പക്ഷേ ഈ റിങ്ങിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് അത് കുറയ്ക്കുകയാണെങ്കിൽ അവിടെ റേറ്റ് ഡിക്രീസ് ചെയ്യും. സോ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുക. ഓൾറെഡി ആ ആരോമാറ്റിക് മോളിക്യൂളിൽ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടെങ്കിൽ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണുള്ളതെങ്കിൽ അതിൻ്റെ ആ റിയാക്ഷൻ്റെ റേറ്റ് കുറയും. സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസത്തിലേക്ക് പോവുകയാണ്. സോ ദിസ് ഈസ് ദ റിയാക്ഷൻ. സോ ബെൻസീൻ ഉണ്ട്, ബെൻസീനിലേക്ക് E+ ഇലക്ട്രോഫൈൽ, പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രോഫൈലിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണ്. സോ ആദ്യം ഇലക്ട്രോഫൈൽ അടുത്ത് വന്നിട്ട് ഒരു പൈ കോംപ്ലക്സ് ഉണ്ടാക്കും. ഇവിടെ ഈ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇലക്ട്രോഫൈലുമായിട്ടുള്ള ഒരു വീക്ക് ഇൻട്രാക്ഷൻ, ഒരു പൈ കോംപ്ലക്സ്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഈ പൈ ബോണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പൈ ബോണ്ടിങ്ങിലേക്ക് ഇലക്ട്രോഫൈൽ വന്നിട്ട് ഇതിൻ്റെ ഇലക്ട്രോൺ ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഇലക്ട്രോൺ സൈഡിൽ പോയി അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോസ് ഈ ഭാഗത്ത് അറ്റാക്ക് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. അവിടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കും, കാരണം ഈ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അതിൻ്റെ പോസിറ്റീവ് ചാർജ് അപ്പം ഈ ഭാഗത്തേക്ക് മാറും. സോ ഇങ്ങനെ ഉണ്ടാവും. സോ ഇവിടെ എന്താണ്, ഈ പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രോഫൈലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബോണ്ടിൽ ഉണ്ടായിരുന്ന പൈ ഇലക്ട്രോൺസ് ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. സോ ലീവിങ് ബിഹൈൻഡ് എ പോസിറ്റീവ് ചാർജ് ഹിയർ.
ഇതിന് ആക്ച്വലി ഇത് നമുക്ക് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വരയ്ക്കാൻ പറ്റും. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. സോ ഇത് ഈ ഒരു ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ആ ഒരു പൈ കോംപ്ലക്സ് മാറി. പൈ കോംപ്ലക്സ് മാറിയിട്ട് കാർബൺ ഇലക്ട്രോഫൈൽ സിഗ്മ ബോണ്ട് ഉണ്ടായി. കാർബൺ ഇലക്ട്രോഫൈൽ സിഗ്മ ബോണ്ട് ഉണ്ടായി. സോ ഒരു സിഗ്മ കോംപ്ലക്സ് ഉണ്ടായി. ഈ സിഗ്മ കോംപ്ലക്സ് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ, ഒരു ഒരു ഇലക്ട്രോൺ, ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൽ നിന്നും ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ഹൈഡ്രജൻ H+ ആയിട്ട് ലീവ് ചെയ്തു. ദെൻ അഗെയിൻ പൈ കോംപ്ലക്സ്, കാരണം ഇവിടെ പൈ ക്ലോസ്ഡ് ബോണ്ടിങ് ഷെല്ലാണ് ഇവിടെ ഉള്ളത്, അത് പൈ കോംപ്ലക്സ്. ഓക്കെ, ദെൻ H+ ലീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ്. ഈ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ 3 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ആൻ ഇലക്ട്രോഫൈൽ. സോ ആദ്യം E+ വരണമെങ്കിൽ E+ ആദ്യം ഉണ്ടാവണം. സോ ഇവിടെ ഇസെഡിൽ ഇ ആണ് ഇലക്ട്രോഫൈൽ, സെഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി ചാർജഡ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ലവിങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈലാണ്. സോ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് E+ ഉണ്ടായി, ദെൻ Z- ഉണ്ടായി. ആക്ച്വലി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുന്നത്തെ സ്ലൈഡിൽ ഒരു ലൂയിസ് ആസിഡ് പറഞ്ഞിരുന്നു. ഈ ലൂയിസ് ആസിഡിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഫൈലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ലൂയിസ് ആസിഡിൻ്റെ റോൾ. സോ ലൂയിസ് ആസിഡ് ഇതിലേക്ക് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ് കൺസെപ്റ്റ് എന്താണ്? ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ, ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾ. സോ ലൂയിസ് ആസിഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ Z- അത് അക്സെപ്റ്റ് ചെയ്യും ലൂയിസ് ആസിഡ്, ബാക്കി ലീവിങ് ബിഹൈൻഡ് E+. സോ E+ ഇവിടെ ഉണ്ടായി. ഈ E+ ആണ് ഇനി ആരോമാറ്റിക് റിങ്ങിലേക്ക് പോയി അറ്റാക്ക് ചെയ്യുന്നത്. സോ E+ ആരോമാറ്റിക് റിങ്ങിൽ പോയി അറ്റാക്ക് ചെയ്തു. സപ്പോസ് ഈ ഭാഗത്ത് ഇത് നമുക്കറിയാം 6 ഹൈഡ്രജൻ ഉണ്ട്. ഞാൻ അറ്റാക്ക് ചെയ്യുന്ന ആ ഭാഗത്തുള്ള ഹൈഡ്രജനെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. സോ ഈ പൊസിഷനിലാണ് ഈ പോയി അറ്റാക്ക് ചെയ്യുന്നത്. സോ അറ്റാക്ക് ചെയ്യുമ്പം നമ്മളുടെ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കും, ഹൈഡ്രജൻ്റെ ഈ കാണിച്ച ഹൈഡ്രജൻ്റെ അടുത്തേക്ക് മാറി നിൽക്കും. അപ്പോഴേ E+ അവിടെ പോയി അറ്റാക്ക് ചെയ്യുള്ളൂ. സോ ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഹൈഡ്രജൻ്റെ അടുത്തേക്ക് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പോസിറ്റീവ് ചാർജ് ഇപ്പുറത്ത് വരും. ആ പോസിറ്റീവ് ചാർജിനെ ആ മോളിക്യൂൾ റെസനൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും. സോ റെസനൻസ് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറിനെ നമുക്ക് പല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അതിൻ്റെ സ്ട്രക്ചർ പല രീതിയിൽ വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ചാർജിനെ ആ മോളിക്യൂൾ തന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സോ ഇങ്ങനെയൊരു ഫോം വെരൈറ്റി. ദെൻ ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈഡ്രജൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈഡ്രജൻ പ്രോട്ടോണായിട്ട് ലോസ് ചെയ്യും. കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ ഈ ബോണ്ടിലേക്ക് വിട്ടുകൊടുത്തിട്ട് ഹൈഡ്രജൻ പ്രോട്ടോണായിട്ട് ലീവ് ചെയ്യും. സോ പ്രോട്ടോണായിട്ട് ലീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. സോ ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി ഇതിൽ നമുക്ക് ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ ഇങ്ങനെയുള്ള പല റിയാക്ഷൻസാണ് ഇനി പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. സോ താങ്ക് യു.